എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചലനത്തിരപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് അറിയുന്നതിനും നിങ്ങളുടെ പുതിയ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് വരുന്ന അറിയുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഇടുന്ന അറിയുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബലവും ചലനവും കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ചിടം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ള പുതിയൊരു തരം ചലനമാണ് ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയാം. ദോലനം നമ്മൾ എവിടെയൊക്കെയാണ് കണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ദോലനത്തിന്റെ ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം ക്ലോക്കിന്റെ പെൻഡുലമാണ്. നിങ്ങൾ കണ്ടോ ആ ക്ലോക്കിന്റെ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന കണ്ടോ? സോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദോലനം എന്ന് പറയുക. വസ്തു അതിൻ്റെ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുക. ഇതുപോലെ ഇനിയുമുള്ള ഉദാഹരണങ്ങൾ വേണം, കാരണം എക്സാമിന് എന്താണ് ദോലനമെന്നും ഏതൊക്കെ തരത്തിലുള്ള ദോലന ചലനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. അടുത്തതായുള്ള ദോലനത്തിന്റെ ചലനത്തിന് ഉദാഹരണമാണ് ഊഞ്ഞാലിന്റെ ചലനം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്ന കണ്ടോ? എന്ത് രസമല്ലേ ഊഞ്ഞാലാടുന്നത്. എന്തായാലും ആളവിടെ തന്നെ ഉണ്ടാവും, ഊഞ്ഞാലെ തന്നെ ഉണ്ടാവും. കൈവിട്ടൊക്കെ നിങ്ങൾ കയറുന്നൊക്കെ ഊഞ്ഞാലാടുന്ന ആൾക്കാരാണോ? അതൊന്നും വേണ്ടേ. സോ ഊഞ്ഞാലിന്റെ ചലനം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമാണ്. അതെന്താണ്? ദോലന ചലനത്തിനുള്ള ഉദാഹരണമാണ്. തൂങ്ങിക്കിടക്കുന്ന വിളക്കിന്റെ ചലനം. തൂങ്ങിയിട്ട വിളക്കൊന്ന് തട്ടുകൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും. സോ അങ്ങനെ വിളക്ക് ആടുന്നതും എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, അതുപോലെ തൂങ്ങുന്ന വിളക്കിന്റെ ചലനം. ഇനിയുള്ളത് സ്പ്രിങ്ങിന്റെ ചലനമാണ്. ഇപ്പൊ ഒരു സ്പ്രിങ്ങിന്റെ അടുത്ത് ഞാനൊരു ഗോളം കെട്ടിയിട്ടുണ്ട്. ആ ഗോളം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മേലോട്ട് പോകുന്നു. അങ്ങനത്തെ പൊസിഷൻ മാറാണ്ട് ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ദോലനം എന്ന് പറയാ. സ്പ്രിങ്ങിന്റെ ചലനം ഒരു ഉദാഹരണമാണ്. ഇതുപോലെയുള്ള വേറെ ഉദാഹരണമാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം. ടപ്പ് 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 എന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാറുണ്ട്. അതും എന്ത് തന്നെയാണ്? ഒരു തരത്തിലുള്ള ദോലന ചലനമാണ്. അപ്പൊ എന്താണ് ദോലനം? വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ക്ലോക്കിന്റെ പെൻഡുലം, ഊഞ്ഞാലിന്റെ ചലനം, തൂക്കുന്ന വിളക്ക്, സ്പ്രിങ്, അതുപോലെ ഹൃദയത്തിന്റെ സ്പന്ദനം. ഇനി വേറൊരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ദോലനത്തിന്റെ പ്രത്യേകതകൾ? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദോലന ചലനത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? തുലന സ്ഥാനം മാറുന്നില്ല. മീൻ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. നോക്കിക്കേ, ഈ ബോൾ തന്നെയാണെങ്കിൽ നടുക്ക് വശത്തായിരിക്കും അതിന്റെ മീൻ പൊസിഷൻ. അതൊരിക്കലും എന്ത് ചെയ്യില്ല? മാറില്ല. വസ്തു ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു, ഇല്ലേ? മേലോട്ടും പോകുന്നു, താഴത്തോട്ടും പോകുന്നു, അങ്ങോട്ടും പോകുന്നു, ഇങ്ങോട്ടും പോകുന്നു. സോ വസ്തു ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു എന്ന് പറയുന്നത് ദോലനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വേറൊരു പ്രത്യേകതയാണ് കൃത്യമായ ഇടവേളകളിൽ ചലനം ആവർത്തിക്കുന്നു. നമ്മളതിനെ ആവൃത്തി എന്നും ടൈം പീരീഡ് എന്നൊക്കെ പറയും. കൃത്യമായ ഇടവേളയിൽ ചലനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആവർത്തിച്ചുകൊണ്ടിരിക്കും. സോ ഇത് മൂന്നുമാണ് ദോലനത്തിന്റെ പ്രത്യേകതകൾ. തുലന സ്ഥാനം മാറുന്നില്ല, വസ്തു ഇരുവശത്തേക്കും ചലിക്കുന്നു, കൃത്യമായ ഇടവേളകളിൽ ചലനം എന്ത് ചെയ്യും? ആവർത്തിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈബ്രേഷൻ ആണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളെയാണ് വൈബ്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പനം എന്ന് പറയാം. ഇത് എന്ത് തന്നെയാണ്? ശരിക്കും ദോലനം തന്നെയാണ്, പക്ഷെ പെട്ടെന്നായിരിക്കും. ഇങ്ങനെ ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. എന്തൊക്കെയാണ് കമ്പനങ്ങൾ? കമ്പനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ട്യൂണിംഗ് ഫോർക്കാണ്. ട്യൂണിംഗ് ഫോർക്കിന് റബ്ബർ ചുറ്റിക്കൊണ്ട് അടി കൊടുത്താൽ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വിറക്കും. നിങ്ങൾ കണ്ടോ വിറക്കുന്നേ? ഇവിടെ തന്നെ ചുവന്ന ട്യൂണിംഗ് ഫോർക്കാണ്. സോ ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് വിറക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്ന പേരാണ്? വൈബ്രേഷൻ. ഇതുപോലത്തെ ഉദാഹരണങ്ങൾ നമുക്ക് ഇനിയുമുണ്ട്. വേറെ ഉദാഹരണമാണ് നമ്മൾ വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡ് കൈകൊണ്ട് തട്ടിയാൽ നമ്മുടെ കയ്യിൽ കിടന്ന റബ്ബർ ബാൻഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇത് കമ്പനം ചെയ്യും. വേറെ ഒന്നാണ് നമ്മളൊരു കൈ കൊണ്ട് ഒരു മേശയിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ സ്കെയിൽ പിടിച്ച് അട്ട് കൊടുത്താൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനം ചെയ്യും. അതും എക്സാമ്പിളാണ്. അപ്പോൾ 2 എക്സാമ്പിൾ മതി നമുക്ക്. വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡ് കൈ കൊണ്ട് തട്ടുന്നതും റബ്ബർ ചുറ്റി കൊണ്ട് ട്യൂണിംഗ് ഫോർക്കിന് തട്ടുന്നതും ഒക്കെ കമ്പനത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഒരു ചോദ്യമാണ്, തയ്യൽ മെഷീൻ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തയ്ക്കുന്നത് നിരീക്ഷിക്കുക. നിങ്ങൾ പഠിച്ച ഏതെല്ലാം ചലനങ്ങൾ തയ്യൽ മെഷീനിൽ കാണാൻ കഴിയും? അയാൾ തയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? എന്ത് സ്പീഡിലാണ് തയ്ക്കുന്നത് അല്ലേ? നല്ല ചുവന്ന തുണി അയാൾ തയ്ക്കുന്നത്. എന്താണാവോ? സൂചിയുടെ ചലനം. സൂചി മേലോട്ടും താഴത്തോട്ടാണ് ചലിക്കുക. അതെന്ത് ചലനമാണ്? നേർരേഖ ചലനമാണ്. ഇനിയുള്ളത് ചക്രങ്ങളുടെ ചലനമാണ്. വലിയ ചക്രമുണ്ട്, ചെറിയ ചക്രമുണ്ട്. എല്ലാം കറങ്ങുന്നത് അതിന്റെ അക്ഷത്തെ ആസ്പദമാക്കിയാണ്. അത് നമ്മൾ എന്ത് പറയും? ഭ്രമണ ചലനം എന്ന് പറയും. വേറെ പെടലിന്റെ ചലനമാണ്. പുള്ളി കാലിങ്ങനെ ഇങ്ങനെ അനക്കുന്നുണ്ട്. അതെന്താണ്?
പെഡലുകളുടെ ചലനമാണ്, ദോലനമാണ്. വേറൊന്നത് ടേബിളിന്റെ ചലനമാണ്. ടേബിൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ടേബിളിന്റെ ചലനം നമ്മൾ വൈബ്രേഷനാണ്, അതായത് കമ്പനമാണ്. അപ്പോൾ 4 ചലനങ്ങളോട് കിട്ടിയിട്ടുണ്ട്. നേർരേഖ ചലനം സൂചിയുടേത്, ചക്രങ്ങളുടെ ചലനം ഭ്രമണ ചലനം, പെഡലുകളുടെ ചലനം ദോലനം, ടേബിളിന്റെ ചലനം കമ്പനം. ഒരു എക്സർസൈസ് ചെയ്ത് നോക്കിയാലോ? ഒരു ഇമ്പോർട്ടൻ്റ് എക്സർസൈസ് ആണിത്. ഇതുപോലെ ഒരു പെട്ടി ടേബിൾ നമുക്ക് ടെക്സ്റ്റിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചലിക്കുന്ന വസ്തുവിന്റെ ചലനരീതിയും പ്രയോജനവും. ആദ്യം നമുക്ക് ചലനരീതികൾ നോക്കാം. കറങ്ങുന്ന കസേര എന്താണ് ചലനരീതി? ഭ്രമണ ചലനമാണ് അല്ലെ, അക്ഷര ചുറ്റി കറങ്ങുവാണ്. സോ ഭ്രമണ ചലനം. ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം, സൂചിയല്ല, സൂചിയുടെ അഗ്രഭാഗം, അറ്റം, അതെങ്ങനെ കറങ്ങാം? വർത്തുള്ള ചലനമാണ്, വൃത്താകൃതി പോലെയാണ് കറങ്ങുന്നത്. സോ വർത്തുള്ള ചലനം. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം, കുഞ്ഞു ചക്രം, ചെറിയ ചക്രം, വലിയ ചക്രം കറങ്ങുന്നത് എങ്ങനെ തന്നെയാണ്? ഭ്രമണ ചലനമാണ്. ലിഫ്റ്റ് മേലോട്ടും താഴോട്ടും പോവുകയാണ്, അതെന്ത് ചലനമാണ്? നേർരേഖ ചലനം. ഊഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാ, എന്ത് ചലനം? ദോലന ചലനം. വീണയിലെ കമ്പി എങ്ങോട്ടും പോകുന്നുണ്ടോ? ഇല്ല, അവിടെ തന്നെ ഇരുന്ന് വറക്കുവാണ്. സോ അതെന്താണ്? കമ്പന ചലനമാണ്. ഇനി പൊടിമില്ലിലെ ചക്രങ്ങൾ. പൊടിമില്ലിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അരിയൊക്കെ പൊടിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അവിടെ എങ്ങനെ ചക്രങ്ങൾ കറങ്ങുക? ഇതുപോലെ തന്നെയാണ്, ഭ്രമണ ചലനമാണ്. ഇനി ഇതിന്റെ പ്രയോജനങ്ങളാണ്. കറങ്ങുന്ന കസേരയോട് എന്താ പ്രയോജനം? നമുക്ക് എളുപ്പത്തിൽ ചലിക്കാൻ പറ്റും അല്ലെ, വട്ടം കറങ്ങാൻ പറ്റും. ക്ലോക്കിലെ സൂചിയുടെ കറക്കം എന്തിനാ? സമയം കാണിക്കാനാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്തിനാ കറങ്ങുന്നത്? തയ്ക്കാനാണ്. ലിഫ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് എളുപ്പത്തിൽ മേലോട്ടും താഴോട്ടും പോകാനാണ് അല്ലേ. അതെ, കയറ്റിറക്കം സുഗമമാക്കാനാണ്. ഊഞ്ഞാൽ എന്താ? അത് നമുക്ക് കളിക്കാനാണ്. ഇഷ്ടമില്ലാത്ത ആരുമില്ല ഊഞ്ഞാൽ അല്ലേ, കളിക്കാനാണ്. വീണയിലെ കമ്പിയോ? ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, മ്യൂസിക്കിന് വേണ്ടിയിട്ട്. പൊടിമില്ലിലെ ചക്രങ്ങളോ? അതെന്ത് ക്വസ്റ്റ്യൻ ആണല്ലേ സാർ. നമുക്ക് എന്തിനാണ്? അരി പൊടിപ്പിക്കാനാണ്, ധാന്യങ്ങൾ പൊടിപ്പിക്കാനാണ്. അപ്പോൾ ഈ ടേബിൾ നല്ലപോലെ പഠിക്കുക. എക്സാമിന് ഇവിടുന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചലിക്കുന്ന വസ്തു വന്നിട്ട് ചലന രീതിയും പ്രയോജനവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നാണ് ബലങ്ങളുടെ കൈമാറ്റം. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഒരു ചക്രം കറങ്ങി അതുകൊണ്ട് കുറേ ചക്രങ്ങൾ കറക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എന്തൊക്കെ ഉപയോഗിക്കും? ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് ബലങ്ങളെ കൈമാറ്റം ചെയ്യാൻ പറ്റുക? എങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റും? ചെയിനും ബെൽറ്റും ചക്രവും ഒക്കെ വെച്ച് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ 2 ചക്രങ്ങളുടെ ബലം എന്ത് ചെയ്യുന്നത്? ഒരു ചക്രത്തിൽ അടുത്ത ചക്രത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പൽചക്രങ്ങൾ എന്താണ്? ചെറിയ ചെറിയ പല്ലുകളുള്ള വൃത്താകൃതിയിലുള്ള ചക്രങ്ങളെയാണ് നമ്മൾ പൽചക്രങ്ങൾ. എന്താണ് പൽചക്രം? ചെറിയ ചെറിയ പല്ലുകളുള്ള വൃത്താകൃതിയിലുള്ള പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ബന്ധിപ്പിച്ചിട്ടുള്ള ചക്രങ്ങളെയാണ് പൽചക്രങ്ങൾ എന്ന് പറയാം. ഇതൊരു ചോദ്യമാണ്. പൽചക്രങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ പൽചക്രം കണ്ടിട്ടുണ്ടോ? ഗിയേഴ്സ് ആ പറയാം, ഗിയർ. പൽചക്രത്തിന് വേറെ പേരാണ് ഗിയർ. എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? നമ്മൾ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. കറങ്ങുന്ന കാറും ഹെലികോപ്റ്ററും ഒക്കെ നമുക്കൊക്കെ ഇഷ്ടം പോലെയുണ്ട്. സോ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെയോ ക്ലോക്കിൽ വലിയ സൂചി കറങ്ങുന്നതും ചെറിയ സൂചി കറങ്ങുന്നതും എല്ലാം എന്ത് തന്നെയാണ്? പൽചക്രങ്ങളുടെ കറക്കത്തിന്റെ ഫലമാണ്. അപ്പോൾ ക്ലോക്കിൽ എന്തുണ്ട്? പൽചക്രമുണ്ട്. വേറെ എവിടെയാണുള്ളത്? വേറെയുള്ളത് വാഹനങ്ങളിലാണ് ഇല്ലേ. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നമുക്കറിയാമോ ഏറ്റവും സ്പീഡ് കിട്ടുന്നത് ടോപ്പ് ഗിയറിലാണ്, 4-ലും 5-ലും ഒക്കെ. ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്നതോ വണ്ടിക്ക് ചെറിയ ഗിയറിലാണ്, 1-ലും 2-ലും ഒക്കെ. അപ്പോൾ കയറ്റം കയറുമ്പോൾ എന്ത് വേണം? 1-ൽ കയറണം അല്ലേ. സ്പീഡിൽ പോകുമ്പോൾ എന്തിൽ പോകണം? ടോപ്പ് ഗിയറിൽ പോകണം. സോ വാഹനങ്ങളിൽ എന്തുണ്ട്? പൽചക്രങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഹാൻഡ് ഡ്രില്ലിലാണ്. ഹാൻഡ് ഡ്രില്ലിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കറക്കുമ്പോൾ ഹാൻഡ് ഡ്രില്ല് എന്ത് ചെയ്യും? താഴത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട്. കണ്ടോ, ഒരു തടിക്കഷ്ണം ഞാനിവിടെ ഹാൻഡ് ഡ്രില്ലും കൊണ്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ കറക്കുന്ന ഒരു ഡയറക്ഷനിൽ ഇത് ഹാൻഡ് ഡ്രില്ല് പോകുന്നത് എങ്ങോട്ടാണ്? താഴത്തോട്ടാണ്. ഹാൻഡ് ഡ്രില്ല് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? പൽചക്രം യൂസ് ചെയ്യാറുണ്ട്. ഇനി മെഷീനുകളാണ്. ഗിയറില്ലാത്ത മെഷീനുകളില്ല അല്ലെ. മോട്ടറുകൾ, ഫാനുകൾ, എല്ലാത്തിലും നമുക്ക് പൽചക്രം കാണാൻ കഴിയും. അപ്പോൾ ഒരു ചോദ്യമാണിത്, പൽചക്രങ്ങൾ എന്താണ്, എവിടെയെല്ലാം ഉപയോഗിക്കുന്നു? പല്ലുകളുള്ള വൃത്താകൃതിയിലുള്ള പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെറിയ ചക്രങ്ങളെയാണ് പൽചക്രങ്ങൾ എന്ന് പറയുക. കളിപ്പാട്ടങ്ങൾ, ക്ലോക്കുകൾ, വാഹനങ്ങൾ, ഹാൻഡ് ഡ്രില്ല്, മെഷീനുകൾ എന്നിവിടങ്ങളിൽ നമുക്ക് പൽചക്രം കാണാൻ കഴിയും. ചക്രങ്ങളുടെ പ്രത്യേകത ചോദിക്കാറുണ്ട്. പ്രത്യേകത ഇതാണ്, ഒരു ചക്രം ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ മറ്റൊരു ചക്രം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുക. എന്ന് പറഞ്ഞാൽ 2 ചക്രം 2 ദിശയിലാണ് കറങ്ങുക. വലിയ ചക്രത്തിൻ്റെ വേഗത കുറവും ചെറിയ ചക്രത്തിൻ്റെ വേഗത കൂടുതലുമായിരിക്കും. നമുക്ക് വേഗതയും അതുപോലെ തന്നെ ദിശയും പൽചക്രങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇനി ചാപ്റ്ററിൽ ഒരു വീഡിയോയും കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ എക്സർസൈസ് ആണ്. അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾ കാണാം.
പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മറന്നു വരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ സബ്ജക്റ്റിനെ കുറിച്ചും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.